ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളൊക്കെ എണീക്കണുള്ളൂ കേട്ടോ. ഇന്ന് പറപ്പൂക്കാവിലെ പറ വരികയാണ്. പറപ്പൂക്കാവിലെ അമ്മ എന്ന് പറഞ്ഞ ഒരുവിധം എല്ലായിടത്തും എത്തണതാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഉണ്ട് പറ. കുട്ടികളതിനൊക്കെ ഞാൻ സെറ്റാക്കി ഞാനും കുളിച്ച് വേഗം പറക്കുള്ള കാര്യങ്ങൾ ഒരുക്കാൻ പോവാണ്. അണിയാനുള്ള അരി അരയ്ക്കുകയാണ്. രാവിലെ തന്നെ അമ്മ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതരച്ചു. അതിൽ ഒരു കഷ്ണം വെണ്ടക്കായും കൂടി ഞാൻ അരച്ച് ചേർത്തു കേട്ടോ. വെണ്ടക്കായ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതിലൊരു കൊഴുപ്പൊക്കെ കിട്ടും. അപ്പോൾ അണിയാൻ നല്ല സുഖമാണ് കേട്ടോ അത് ചേർത്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ അണിയാൻ പോവാണ്. വലിയ വശമൊന്നുമില്ല അണിയാൻ, എന്നാലും ഞാൻ ഒന്ന് ശ്രമിച്ചു. അകത്താണ് കേട്ടോ പറ വെക്കണത്. അപ്പോൾ പറ വരുമ്പോഴേക്കും അണിഞ്ഞിട്ടില്ലെങ്കിൽ ഉണങ്ങില്ലല്ലോ, വഴുക്കി വീഴില്ലേ, വെണ്ടക്കായൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഞാൻ വേഗം അണിഞ്ഞിടാമെന്ന് വിചാരിച്ചു. പറേനെ വെക്കാൻ പാകത്തിന് ഞാൻ ഒരു ചതുരമൊക്കെ വരച്ചു. അതിനെ എന്തെങ്കിലും കലാവിരുതൊക്കെ കാട്ടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ വരച്ചു വെച്ചു. എനിക്ക് തന്നെ അറിയില്ല എന്താ വരച്ചതെന്നുള്ളത്. അക്കു ഉറങ്ങണ നേരം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തത്. അക്കു എണീറ്റ് കഴിഞ്ഞ് ഒന്നിനും സമ്മതിക്കില്ല. അക്കു ഒക്കത്ത് കയറിയിരിക്കും. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അകത്തണിയിൽ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് കുറച്ച് അണിഞ്ഞു. അത് കഴിഞ്ഞ് ഇടങ്ങാഴിമേലും പറയാമലും ഒന്ന് അണിഞ്ഞോന്ന് പറഞ്ഞിട്ട് അതും അണിഞ്ഞു വെച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇല മുറിക്കാൻ പോയിട്ടാ. 2 നാക്കലൊക്കെ മുറിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് നാക്കലൊക്കെ മുറിച്ചു. നാക്കല എന്തിനാന്ന് വെച്ചാൽ പറ വരുമ്പോൾ അരിയും പൂവ് ഇടാനാണ്. ഞാൻ നാക്കല മുറിക്കണ നേരം കൊണ്ട് അമ്മ പൂവൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അക്കുവിനെ മേക്കപ്പ് ചെയ്യാമെന്ന് വെച്ചു. അക്കു ഒന്നിനും സമ്മതിക്കില്ല. ഉറങ്ങിയാലും പിരുകെഴുതാനും കണ്ണെഴുതാനൊന്നും ഒന്നിനും സമ്മതിക്കില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാനും ഒരുങ്ങാൻ നോക്കി. പറ വരേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അക്കുവിനെ കണ്ടോ, അക്കു ആകെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുഖം. പാപ്പൻ്റെ അവിടെ മുറ്റത്താണ് പറ വയ്ക്കണത്. അവിടെ അണിഞ്ഞതാണ് കേട്ടോ അത്. പറപ്പൂക്കാവിലെ പറയ്ക്ക് അണിയണ ഒരാൾ വരും. എന്നാലും ഞാൻ അകത്തായ കാരണം ഞാൻ നേരത്തെ അണിഞ്ഞു വെച്ചു എന്ന് മാത്രം. അപ്പോൾ ആൾ വന്നിട്ട് എല്ലാം നേരെ വെച്ച് തന്നു. പറയും കാര്യങ്ങളൊക്കെ നേരെ വെച്ച് തന്നു. പറ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച സമയമല്ലേ. അതുകൊണ്ട് പറക്കൊട്ട് അകലെന്ന് കേട്ടപ്പോൾ തന്നെ അമ്മ വേഗം വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് പറ കാണാം. പറ വന്ന് പോയപ്പോൾ എനിക്ക് നല്ല വിശപ്പ് കിട്ടും. അപ്പോൾ ഞാൻ പൊരിയും അലുവയൊക്കെ എടുത്ത് കഴിച്ചു. പൊരി അലുവ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് കഴിച്ച് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തുണ്ടു. ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനായിരുന്നു. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയൻ പുറത്തേക്ക് പോവാന്ന്. എൻ്റെ കുഞ്ചി ശീക്കുട്ടിയുടെയൊക്കെ പുറപ്പാടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ വീട്ടിലെത്തി. ദേവു വന്നില്ല. ദേവു അച്ഛൻ്റെ അടുത്ത് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ദേവു ഞങ്ങളുടെ ഒപ്പം വന്നില്ല. ഞാനും അക്കും ശീക്കുട്ടി മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ വീട് കേട്ടോ. വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. വീട് വെക്കാനായിട്ടാണ് അവൻ പോണത്. 2 ദിവസം കഴിഞ്ഞ് അവൻ പോവും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.